ഇല്ല. ഉണ്ട്, അങ്ങനെയുണ്ട്. ഇല്ല, അങ്ങനെ ഇല്ലേ? ഇത്രയും സുന്ദരിയായിട്ടിരിക്കുന്നല്ലോ. എന്താ ബ്യൂട്ടി കോൺസെപ്റ്റ്? ഞാൻ അങ്ങനെയില്ല, ഞാൻ തനി നാടൻ അല്ലെ, നാട്ടുപുറം അല്ലെ. എന്താ പറയൂ, എന്താണ്? നേരത്തെ മാറ്റിക്കൊന്നും ചെയ്യാറില്ലായിരുന്നു. ഇപ്പൊ വയറിലൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ചെയ്യാൻ തുടങ്ങിയത്. സെലിബ്രിറ്റി ആയി കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് അല്ലെ. പിന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ദൈവം വാരിക്കോരി സൗന്ദര്യം തന്നിട്ടുണ്ട്. അതിന് മേക്കപ്പ് ഇല്ലെങ്കിലും അതിന്റെ ആവശ്യമില്ല. ആറന്മുളക്കാരിയാണോ? ആഹാ, ആറന്മുളക്കാരിയാണ്. ഓക്കെ, അപ്പൊ അതും വളരെ സന്തോഷം. എവിടെ നാട്? എവിടെയാ? കോഴിക്കോട്. അങ്ങ് മലപ്പുറവും ഇങ്ങ് ആറന്മുളയും തമ്മിൽ അല്ലെ ഒരു കണ്ടുമുട്ടൽ. അതാണ് ഒരുത്തൻ ഒരു പറഞ്ഞിട്ടുണ്ട് ഒരാൾ, അതല്ലേ? ഓക്കെ. ആണോ? ആഹാ, ആറന്മുള അമ്പലത്തിൽ നിന്ന് പൊക്കിക്കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതാണോ സത്യം? എങ്ങനെയായിരുന്നു ആ പ്രേമം? എങ്ങനെയായിരുന്നു എന്ന് പറയോ, കണ്ടിഷ്ടപ്പെട്ട എങ്ങനെ? അതെങ്ങനെയാ വെച്ചാല്, ഞങ്ങളൊരു കൂട്ടായ്മയുണ്ട്, ലിറ്റിൽ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടില്ല. ആ ഒരു ട്രസ്റ്റിൽ നിന്നാണ് ഇവിടെ ഫസ്റ്റ് കാണുന്നത്. ഒരു ഓണപരിപാടിക്ക് ഇതേപോലെ തന്നെ ചേട്ടൻ നിന്ന പോലെ ഒരു കോർഡിനേറ്ററായിട്ടാണ് നിന്ന. ആ കോർഡിനേറ്ററായിട്ട് നിന്ന് ആൾക്കാരൊക്കെ എനിക്കാണ് വാട്സപ്പ് ചെയ്തിട്ടുണ്ട് പ്രോഗ്രാമൊക്കെ. അങ്ങനെ പുള്ളിക്കാരത്തി ഒരു 2 പ്രോഗ്രാമും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു 2 പ്രോഗ്രാം ചെയ്തു തന്നു. 3ാമത്തെ പ്രോഗ്രാം എനിക്ക് തോന്നുന്നു ഒരു 10 മണിക്ക് ഏകദേശം ചെയ്തു. രാത്രി ഒരു 12 മണിക്ക് ഐ ലവ് എന്നും പറഞ്ഞ മെസ്സേജ് അയച്ചു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് കുറെ സംസാരിച്ചു. അവൾ ഇതുവരെ ജീവിച്ചു വന്ന കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ആള് പറഞ്ഞു ഞാൻ 24 വർഷത്തോളം അവർ വാടകയ്ക്ക് താമസിക്കുന്നു. അത് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു. അപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾക്ക് നിങ്ങളുടെ മോളെ മാത്രം മതി, വേറെ ഒന്നും വേണ്ടാന്ന്. അപ്പോൾ കല്യാണം ഉറപ്പിച്ചു. വീട്ടിൽ വന്നു. ഇവളുടെ അമ്മയും ഇവളുടെ അപ്പയും കൂടി വീട്ടിൽ വന്നു. കല്യാണം ഉറപ്പിച്ചു. അപ്പോൾ ഞാൻ ഇവളെ വീട്ടിൽ ഒരു ദിവസം ആറന്മുള സദ്യ കഴിക്കാൻ വന്നു. ഇവിടെ വന്ന അന്ന് സദ്യ ഇല്ല, വെറുതെ വന്ന. അപ്പോൾ അങ്ങനെ അവളെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ കല്യാണം കുറച്ച് നീട്ടും. ഞങ്ങൾ ഡിസംബർ 29 ആയിരുന്നു വിചാരിച്ചത്, കഴിഞ്ഞ കൊല്ലം ഡിസംബർ 29. അപ്പോൾ പറഞ്ഞു കല്യാണം കുറച്ച് നീട്ടും. ഞാൻ ചോദിച്ചാൽ എന്താ? അത് ഞങ്ങൾക്ക് സാമ്പത്തികത്തിൻ്റെ കുറച്ച് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അമ്മ പറഞ്ഞു, നീ എന്തായാലും ആറന്മുള പോവാന്ന് പറഞ്ഞല്ലേ വീട്ടിൽ വന്ന്, എന്തായാലും ആറന്മുള പോയി വാന്ന് പറഞ്ഞു. അവർക്ക് പച്ചക്കറിയൊക്കെ വാങ്ങാൻ പൈസ കൊടുപ്പിക്കും. ആ പൈസക്കാണ് ഞങ്ങൾ ഒളിച്ചോടി അച്ഛൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് പോയത്. അവിടെ നിന്ന് നേരിട്ട് വൈരാഗ്യമറത്തിനായിരുന്നു ഞങ്ങളെ കല്യാണം. ഇപ്പൊ എന്താ വൈറലായി സന്തോഷത്തോടെ ജീവിക്കും.